ഈ ഗവൺമെന്റ് ഒരു സവർണ ഗവൺമെന്റ് ആണ് എന്ന് ഡിക്ലെയർ ചെയ്യേണ്ടി വരും. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള പുലർ മഹാസഭ ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ടാകില്ല എന്ന് RSSും BJPയും അവിടെ ജാതി സെൻസസ് നടത്തിക്കഴിഞ്ഞാൽ ഹിന്ദു ഏകീകരണം ഉണ്ടാകില്ല. സവർണരായിട്ടുള്ള ഹിന്ദുക്കളെല്ലാം BJPയോടൊപ്പം പോകുന്നു. BJP അങ്ങനെ കേരളത്തിൽ ശക്തമാകുന്നു. ഈ സർക്കാരിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുന്നു എന്ന് കേരള പുലർ മഹാസഭ ഓർമ്മപ്പെടുന്നു. പാവപ്പെട്ടവന്റെയും പട്ടിണിക്കാരന്റെയും പാടത്തു പണിയെടുക്കുന്നവന്റെയും സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ എന്ന് പറഞ്ഞു വെച്ചിരുന്നതെല്ലാം പൊള്ളത്തരങ്ങളാണ് എന്ന് തുറന്നടിക്കുകയാണ് കേരള പുലർ മഹാസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ. ഈ സർക്കാർ സവർണ മേധാവിത്വത്തിന്റെ സവർണരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരാണ്. ഇവർ താഴെ തട്ടിലുള്ള സാധാരണക്കാരായവരെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന തരത്തിലേക്കുള്ള രൂക്ഷ വിമർശനവും താക്കീതും ആരോപണവുമായി എത്തിയിരിക്കുകയാണ് കേരള പുലർ മഹാസഭ. കാലാകാലങ്ങളായി നിരവധി സമരങ്ങൾ നടത്തുന്ന ദലിതരെ ഇന്നും ആ സമരത്തിന്റെ പേരിൽ കേസിൽ കുടുക്കി വലയ്ക്കുമ്പോൾ ഇവിടെ സംസ്ഥാന നഗരിയിൽ നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തിയ സവർണ മേധാവികളുടെ സമരങ്ങൾക്കെല്ലാം വിടുതൽ നൽകിക്കൊണ്ട് സവർണ മേധാവികളുടെ സമരത്തിന് മേലെടുത്ത കേസുകളെല്ലാം ഒഴിവാക്കിക്കൊടുത്ത് അവരെ താങ്ങി നിൽക്കുകയാണ് കേരളത്തിന്റെ സർക്കാർ എന്ന് അദ്ദേഹം പറയുന്നു. മുത്തങ്ങ സമരം തൊട്ട് ഇങ്ങോട്ടുള്ള സമരങ്ങളിൽ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെപ്പറ്റി യാതൊരു ധാരണയുമില്ലാത്ത ആദിവാസി സമൂഹത്തിൽപ്പെട്ട ജനങ്ങൾ ഇപ്പോഴും കേസിന്റെ പേരിൽ നട്ടം തിരിയുകയാണ്. അതിനെതിരെ ഒന്ന് വിരളനക്കാൻ പോലും കഴിയാതെ നിൽക്കുന്ന നിശ്ചലമായ ഒരു സർക്കാരാണ് ഇവിടുത്തെ സർക്കാർ എന്ന് അടിവരയിട്ട് പറയുകയാണ് പുന്നല ശ്രീകുമാർ. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഞങ്ങളുടെയൊക്കെ പേരിൽ കേരളത്തിലെ മിക്കവാറും ജില്ലകളിലെല്ലാം കേസുണ്ട്. ഇന്നെന്തായാലും നമുക്കൊരു പുതിയ കേസ് കൂടി വരും. തലസ്ഥാന നഗരിയെ നിശ്ചലമാക്കി ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചതിന്റെ പേരിൽ ഒരു കേസ് കൂടി വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മുത്തങ്ങ മുതൽ കേരളത്തിലെ ആദിവാസികൾ മുത്തങ്ങ കേസ് മുതൽ CBI കോടതികളിൽ വഴിച്ചെലവിനും വണ്ടിക്കൂലിക്കും പൈസ ഇല്ലാതെ നിയമത്തിന്റെ അജ്ഞതയുള്ള ആദിവാസികൾ ഇപ്പോഴും കേസ് നടത്താൻ കഴിയാതെ കോടതികളിൽ അലഞ്ഞുതിരിയുകയാണ്. പട്ടികജാതി വിഭാഗങ്ങൾ അവരുടെ ജീവൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ വിവിധങ്ങളായിട്ടുള്ള കേസുകളുണ്ട്. സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല. പട്ടിക വിഭാഗങ്ങളുടെ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ റദ്ദാക്കാൻ തയ്യാറാകണം എന്നാണ് നമ്മൾ ഈ പ്രക്ഷോഭത്തിലൂടെ ആവശ്യപ്പെടുന്നത്. ഈ ഗവൺമെന്റ് ഒരു സവർണ ഗവൺമെന്റ് ആണ് എന്ന് ഡിക്ലെയർ ചെയ്യേണ്ടി വരും. കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾ കേരളം ഭരിക്കുന്ന ഇടതുമുന്നണി ഗവൺമെന്റ് ഒരു സവർണ ഗവൺമെന്റ് ആണെന്ന് പ്രഖ്യാപിച്ചാൽ ഈ ഗവൺമെന്റിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു എന്ന് കരുതിയാൽ മതിയാകും. സർക്കാർ തങ്ങളോട് കാണിക്കുന്ന ഓരോ അവഗണനകളും എണ്ണി എണ്ണി പറയുന്നുണ്ട് കേരള പുലർ മഹാസഭ. അവർ നടത്തുന്നത് പ്രക്ഷോഭമോ പ്രതിഷേധമോ അല്ല, അതിനപ്പുറത്തേക്ക് ഒരു താക്കീതാണ്. സവർണർക്കൊപ്പം മാത്രം നിലകൊള്ളുന്ന ഈ സർക്കാർ പാവപ്പെട്ടവരുടെ സർക്കാർ എന്ന വരികൾക്കുള്ളിൽ മാത്രം നിലകൊള്ളുന്ന ആശയമുള്ള ഇവിടുത്തെ സർക്കാർ, ആ സർക്കാർ ഈ രീതി തുടരുകയാണെങ്കിൽ ഒന്നോർക്കുക, ഈ സർക്കാരിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുകയാണെന്ന് തുറന്നടിക്കുന്നു കേരള പുലർ മഹാസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ. വാക്കുകൾ വ്യക്തമാണ്. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള പുലർ മഹാസഭ ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ടാകില്ല എന്ന് തുറന്നടിക്കുന്ന ഒന്നു തന്നെയാണ് അദ്ദേഹത്തിന്റെ പരാമർശം. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി ജാതി സെൻസസിന് വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ RSSും BJPയും അവിടെ ജാതി സെൻസസ് നടത്തിക്കഴിഞ്ഞാൽ ഹിന്ദു ഏകീകരണം ഉണ്ടാകില്ല എന്ന് ഉറച്ചു പറയുമ്പോൾ അതിനെ താങ്ങി നിൽക്കുന്ന തരത്തിലേക്കാണ് ഇവിടുത്തെ സർക്കാർ പോകുന്നതെന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ്. സവർണരായിട്ടുള്ള ഹിന്ദുക്കളെല്ലാം BJPയോടൊപ്പം പോകുന്നു. BJP അങ്ങനെ കേരളത്തിൽ ശക്തമാകുന്നു. ആകെ സീറ്റുള്ള ആകെ പിൻബലമുള്ള കേരളത്തിൽ കൂടി ഇടതുപക്ഷം നിഷ്പ്രമമാകുമോ എന്ന ഭയത്തിന്റെ പുറത്താണ് സവർണർക്ക് അനുകൂലമായ രീതിയിൽ നിലപാടുകളും നയങ്ങളും എടുക്കുന്നതെങ്കിൽ ഇത് താക്കീതാണ്. ഈ സർക്കാരിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുന്നു എന്ന് കേരള പുലർ മഹാസഭ ഓർമ്മപ്പെടുത്തുന്നു. ഇതാദ്യമായല്ല ദളിതരെ ആക്ഷേപിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുമായി ഇടതുപക്ഷം പോയിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃസ്ഥാനത്തിരുന്ന KR ഗൗരിയമ്മയെ ഒരു സഭയിൽ വെച്ച് ചോത്തി എന്ന് വിളിച്ചവരെ ആക്ഷേപിച്ച പാരമ്പര്യമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനം ആ പാരമ്പര്യത്തിൽ നിന്നും വിട്ടുനിന്നിട്ടില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന തരത്തിലേക്കാണ് കേരള പുലർ മഹാസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാറിന്റെ പരാമർശങ്ങൾ.